നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്തര മലബാറിന്റെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന് തുടക്കമായി. ഇരുപത്തിയൊൻപതാമത് സംസ്ഥാന ഇന്റർ ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചെറുവത്തൂരിൽ തുടക്കമായി. ആദ്യ ജയം ഇന്ത്യൻ ആർമിക്ക്. പയ്യന്നൂർ പെരുമ്പ ബസ് ബേ പൊട്ടിപ്പൊളിഞ്ഞു. റോഡ് ശോച്യാവസ്ഥയിലായതോടെ ബസ്സുകൾ കൈയൊഴിയുന്നു. ചെറുപുഴപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തയ്യനിയിലെ ശ്രാമ്പിക്കൽ ജോൺസന്റെ മകൻ അഗസ്റ്റിനാണ് മരിച്ചത്. കനൽ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും ONV അനുസ്മരണവും മാട്ടൂരിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂടിന് ആശ്വാസമായി തണ്ണീർപ്പന്തലുകൾ സജീവമാകുന്നു. വാർത്തകൾ വിശദമായി. ഉത്തര മലബാറിന്റെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന് തുടക്കമായി. കാവുകളും ക്ഷേത്രങ്ങളും കഴകങ്ങളും കാർത്തിക നാൾ തൊട്ട് 9 നാൾ മറത്തുകളിയും പൂരക്കളിയും കൊണ്ട് സജീവമാകും. വാസരൂപം വാസവത്തിന്റെ രൂപം അത്യുത്തര കേരളത്തിലെ ഭഗവതി കാവുകളിൽ വസന്തത്തിന്റെ വരവിളിയുമായി ഇനി പൂരോത്സവകാലം. വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരം മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരം വരെ നീണ്ടു നിൽക്കും. വിജ്ഞാനവും വിനോദവും ഒരേ സമയം പ്രദാനം ചെയ്യുന്ന പൂരക്കളിയാണ് പൂരോത്സവത്തെ ഹൃദയഹാരിയാക്കുന്നത്. പരമേശ്വരന്റെ മുക്കണ്ണിൽ നിന്നുതിർന്നു വീണ കനൽക്കട്ടയിൽ കാമദേവൻ ചാമ്പലായപ്പോൾ ദുഃഖിതരായ അപ്സര കന്യകകൾ രാഗതാളമേളത്തോടെ പാടിക്കളിച്ചതാണത്രേ പൂരക്കളി. പാട്ടും പണിക്കരും ബാലന്മാരും ചിത്രത്തൂണിനെ വലം വെച്ച് പാടിക്കളിക്കുന്നു. തീയർ, മണിയാണി, മുഖയർ, കമ്മാളർ, ശാലിയർ തുടങ്ങിയ സമുദായങ്ങളാണ് പൂരനാളിൽ ഈ കല അവതരിപ്പിക്കുന്നത്. പൂരക്കളിയുടെ പാണ്ഡിത്യപ്രധാനമായ ഭാഗമാണ് മറത്തുകളി. ഇരുകാവുകളിലെ പണിക്കന്മാർ കാവ്യശാസ്ത്ര അലങ്കാരാദികളെ കുറിച്ചുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നു. സമൂഹബന്ധത്തിന്റെ സുന്ദര സൗഹൃദത്തെ ഊട്ടി വളർത്തുന്ന മറത്തുകളിയിൽ സാമൂഹ്യ പ്രശ്നങ്ങളും സമകാലിക വിഷയങ്ങളും കടന്നെത്തുന്നത് ആസ്വാദകരിൽ രസാനുഭൂതി പകരുന്നു. വേനൽ ചൂടിൽ നാടും നഗരവും വെന്തുരുക്കുമ്പോഴും പൂത്തും കായ്ച്ചുമെല്ലാം പ്രകൃതിയെ കണിയൊരുക്കുന്ന കാലമാണ് പൂരക്കാലം. മീനമാസത്തിലെ പൂരം പൂക്കളുടെ കൂടി ഉത്സവമാണ്. പൂവുകളുടെ പുണ്യകാലം ഗ്രാമകന്യകമാർക്ക് കാമദേവ പൂജക്കായി പറിച്ചെടുക്കാൻ ഇത്തവണ സമൃദ്ധമായി തന്നെ പൂക്കളുണ്ട്. ഓണക്കാലം പോലെയാണ് വടക്കൻ കേരളത്തിലെ കുട്ടികൾക്ക് പൂരക്കാലവും. പൂവിട്ട് തുടങ്ങാറായാൽ കുട്ടികൾ പൂക്കൾ തേടിയിറങ്ങും. ഓണക്കാലത്തെ പൂക്കൂടകൾക്ക് പകരം പൂക്കുരകളായിരിക്കും കുട്ടികളുടെ കയ്യിൽ. പെൺകുട്ടികൾക്കൊപ്പം ആൺകുട്ടികളും ഉണ്ടാവും. പൂക്കൾ ശേഖരിക്കാൻ നരിയൻ പൂക്കളാണ് പൂരപ്പൂക്കളിൽ പ്രധാനം. മീനമാസത്തിലെ കാർത്തിക മുതൽ, അതായത് ഇന്ന് മുതൽ 9 നാളുകളിലായി പൂരോത്സവം പൂമാലയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും സമുചിതമായി ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ രാമന്തളി കുറുവന്തട്ട കഴകം 4 കഴകങ്ങളിൽ വെച്ച് അതിപ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അതായത് ആദ്യ ഘടകം എന്ന് വിശേഷിപ്പിക്കുന്ന ആര്യ
ഉക്കര രാജാവിൻ്റെ മകളായ ഈ കന്യക ചൊവ്വാദൃഷ്ടി മൂലം ഈ മലനാട് കാണാൻ ആഗ്രഹിക്കുകയും അവിടുന്ന് 107 അഴി കടന്ന് 108ാമത്തെ അഴിയായ ഈ എടത്തൂരഴി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതിൻ്റെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് ഉണ്ടായി. അവിടെ കപ്പലെടുക്കുകയും അങ്ങനെ ഈ ക്ഷേത്രത്തിലല്ല ആദ്യമായി ഇവിടുത്തെ ഒരു ഈ തറവാട്ടിലെ ബന്ധുവായ ഒരാൾക്കാണ് ഈ പ്രത്യക്ഷമായിട്ട് ഈ കൊട കിട്ടുന്നത്. കാവുകളിലും പാതയോരത്തെ മരക്കൂട്ടങ്ങൾക്ക് മുകളിലുമെല്ലാം നാളുകൾക്ക് മുമ്പേ തന്നെ പൂരവരവറിയിച്ച് നരയൻ പൂക്കളുടെ ചന്തം നിറഞ്ഞിരുന്നു. ചെമ്പകം, മുരിക്കിൻ പൂവ്, അതിരണിപ്പൂവ്, എരിക്കിൻ പൂവ് തുടങ്ങിയവയാണ് മറ്റു പൂക്കൾ. ഇരുപത്തിയൊൻപതാമത് സംസ്ഥാന ഇന്റർ ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചെറുവത്തൂരിൽ തുടക്കമായി. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ജോബി ജോസഫ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NSS കൊടക്കാടും വോളിബോൾ അസോസിയേഷനും സംയുക്തമായ ആതിഥ്യമരുളുന്ന സംസ്ഥാന ഇന്റർ വോളി ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച രാത്രി കൊടിയുയർന്നു. 8000 പേർക്ക് ഇരിക്കാവുന്ന ആധുനിക ഗാലറിയോടെ ഒരുക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വോളിബോളിന്റെ ശരിയായ വേരോട്ടം വലിയ വലിയ ടൗണുകളിലൊന്നുമല്ല, ഇത്തരം കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും. വോളിബോളിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഈ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെയും അവരുടെ ഒരു ഇച്ഛാശക്തിയും വോളിബോളിനുള്ള ആവേശവും മാത്രമാണ്. കാരണം പലപ്പോഴും കാണുന്ന വലിയ വലിയ ടൗണുകളിലൊന്നും എത്ര വലിയ ടൂർണമെന്റ് നടത്തിയാലും ഇൻഡോർ സ്റ്റേഡിയം ആണെങ്കിലും AC സ്റ്റേഡിയം ആണെങ്കിലും ആളുകളൊക്കെ കുറവാണ്, കാണുകയും പ്ലേയേഴ്സൊക്കെ തന്നെ, അല്ലാണ്ട് വേറെ അധികം പേരൊന്നും കാണാറില്ല. വോളിബോളിന്റെ വേരോട്ടം പട്ടണങ്ങളിലല്ലെന്നും ഗ്രാമങ്ങളിലാണെന്നും വോളിബോളിനെ പിടിച്ചു നിർത്തുന്നത് ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ ഇച്ഛാശക്തിയും ആവേശവുമാണെന്നും ജോബി ജോസഫ് പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ, PC സുബൈദ, K നാരായണൻ, സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി നാലകത്ത് ബഷീർ, KP വത്സരൻ, KK കുമാരൻ വൈദ്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ വ്യക്തികളുടെ പേരിൽ ഏർപ്പെടുത്തിയ ട്രോഫികൾ ബന്ധുക്കൾ സംഘാടക സമിതി ചെയർമാന് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാന വോളിബോൾ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനായി ഇന്റർ ക്ലബ്ബ് ചാമ്പ്യന്മാരെ കണ്ടെത്തുന്ന മത്സരത്തിൽ ഇന്ത്യൻ ആർമിയും കൊച്ചിൻ കസ്റ്റംസും ഏറ്റുമുട്ടി. 5 സെറ്റ് നീണ്ട കളിയിൽ 3 സെറ്റ് നേടി ഇന്ത്യൻ ആർമി ജേതാക്കളായി. കളിക്ക് മുമ്പായി ഇന്ത്യൻ ക്യാപ്റ്റൻ ജോബി ജോസഫ് കളിക്കാരുമായി പരിചയപ്പെട്ടു. തുടർന്ന് 4-ാം നമ്പർ ജേഴ്സി ശരത് കുമാർ നയിക്കുന്ന ഇന്ത്യൻ ആർമിയും 10-ാം നമ്പർ ജേഴ്സി ഗോകുൽ നയിക്കുന്ന കൊച്ചിൻ കസ്റ്റംസും തുല്യശക്തിയോടെ ഏറ്റുമുട്ടി. ആദ്യ സെറ്റുകളിൽ മുന്നിട്ട് നിന്ന കൊച്ചിൻ കസ്റ്റംസ് യുദ്ധതന്ത്രം അറിയാവുന്ന ആർമിക്ക് മുൻപിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് ഗാലറി കണ്ടത്. ഉദ്ഘാടന മത്സരത്തിൽ 3-2 ഇന്ത്യൻ ആർമി ജേതാക്കളായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കനൽ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും ONV അനുസ്മരണവും മാട്ടൂലിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിന്റെ പ്രഭാതങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ച അത് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ്. വ്യത്യസ്തമായ യൂണിഫോം ഇട്ട് നമ്മുടെ മക്കളെല്ലാം പുസ്തകമെടുത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് കർണാടകയിലും തമിഴ്നാട്ടിലെയും മക്കൾ അച്ഛനും അമ്മയും റോഡിന്റെ പണിക്ക് വരുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും സഹായിയായി നമ്മുടെ മണ്ണിലേക്ക് വരുന്നത്? PT സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സോഫിയ മെഹർ ബിബി മുഖ്യപ്രഭാഷണം നടത്തി. KV ശ്രീധരൻ, താഹമാടായി, VV പ്രീത, K ഭാർഗവൻ, C പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പഴയങ്ങാടി ദൃശ്യകലാവേദിയുടെ ജ്വാലാമുഖി വിൽക്കലാമിളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ പെരുമ്പ ബസ് ബേ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് ശോച്യാവസ്ഥയിലായതോടെ ബസ് ബേ ബസ്സുകൾ കൈയൊഴിയുന്നു. ദേശീയപാതയിൽ തന്നെ നിർത്തി ആളെ കയറ്റുന്നതും പതിവായിരിക്കുകയാണ്. പയ്യന്നൂർ പെരുമ്പയിലെ ബസ് ബേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ശോച്യാവസ്ഥയിലായതോടെ ബസ്സുകൾ കൈയൊഴിയുകയാണ്.
ദേശീയപാതയിൽ തിരക്കും ഗതാഗത തടസ്സവും ഒഴിവാക്കുവാനും യാത്രക്കാർക്ക് സുഗമമായി ബസ്സുകളിൽ കയറാനുമാണ് നഗരസഭ ബസ് ബേ നിർമ്മിച്ചത്. എന്നാൽ ബസ് ബേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വൻ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴി ഗതാഗത ദുഷ്കരമായി. ഇപ്പോൾ മിക്ക ബസ്സുകളിലും ബസ് ബേയിൽ കയറാതെ ദേശീയപാതയിൽ തന്നെ നിർത്തി ആൾക്കാരെ കയറ്റുകയാണ്. ഇത് ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ ഹോംഗാർഡിനെ നിയമിക്കുന്നതിലും പയ്യന്നൂർ പോലീസ് ഗൗരവം കാണിക്കുന്നില്ലെന്ന പരാതിയും നിലവിലുണ്ട്. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ബസ് ബേ അറ്റകുറ്റപ്പണി നടത്താൻ ഇനി തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓണക്കുന്നിൽ തണ്ണീർപന്തൽ പുനരാരംഭിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഓണക്കുന്നിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു തണ്ണീർപന്തൽ. ഹൈവേ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റുകയായിരുന്നു. നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ച തണ്ണീർപന്തൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് കരിവെള്ളൂരിന്റെ ദാഹം തീർത്ത ഓണക്കുന്നിലെ തണ്ണീർപന്തലാണ് പുതുമയോടെ പുനർജനിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഓണക്കുന്ന് ദേശീയപാതയ്ക്ക് അരികിൽ ഒരു ചെറിയ കെട്ടിടത്തിലാണ് തണ്ണീർപന്തൽ പ്രവർത്തിച്ചത്. ഉപ്പും എരിവും ചേർത്ത മോരും വെള്ളം സൗജന്യമായി വഴിയാത്രക്കാർക്ക് നൽകുകയായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് സജീവമായിരുന്ന തണ്ണീർപന്തൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇല്ലാതായി. തണ്ണീർപന്തലിനൊപ്പം സമീപത്തുണ്ടായിരുന്ന കിണറും നശിച്ചു. കരിവെള്ളൂർ ഹൈസ്കൂളിലെ പഴയ തലമുറയ്ക്കും കരിവെള്ളൂരിലെ നാട്ടുകാർക്കും എന്നും ഗൃഹാതുര സ്മരണയാണ് തണ്ണീർപന്തലും മോരും വെള്ളവും. കരിവെള്ളൂർ റോട്ടറി ക്ലബ്ബാണ് ഓണക്കുന്നിൽ തണ്ണീർപന്തൽ കെട്ടി നാട്ടുകാർക്ക് മോരും വെള്ളം കൊടുക്കുവാനുള്ള ദൗത്യവുമായി മുന്നോട്ട് വന്നത്. സ്ഥിരമായി മോരും വെള്ളം കൊടുക്കാൻ ആളെ നിർത്തി തിങ്കളാഴ്ച മുതൽ ഓണക്കുന്നിൽ വീണ്ടും തണ്ണീർപന്തൽ സജീവമായി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് EP ശശിധരന്റെ അധ്യക്ഷതയിൽ തണ്ണീർപന്തൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ നാടിന് സമർപ്പിച്ചു. നമ്മുടെ കരിവെള്ളൂരിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് പഴയകാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണക്കുന്നിൽ ആഴ്ചച്ചന്തയിൽ വന്നാൽ ദാഹം അകറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു തണ്ണീർപന്തൽ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആ പഴയ മരിയുടെ മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മരിയിൽ വെള്ളം അവിടെ സംഭരിച്ചു വെക്കാനും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുപുഴ പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തയ്യേനിയിലെ ശ്രാമ്പിക്കൽ ജോൺസന്റെ മകൻ അഗസ്റ്റിനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് തായേനിയിലെ ശ്രാമ്പിക്കൽ ജോൺസന്റെ മകൻ അഗസ്റ്റിൻ കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയത്. അക്കരയിൽ നിന്നും ഇക്കരയ്ക്ക് നീന്തുന്നതിനിടെ മുങ്ങിയതായാണ് കൂട്ടുകാർ പറയുന്നത്. തുടർന്ന് നാട്ടുകാരും പെരിങ്ങോത്ത് നിന്നെത്തിയ ഫയർഫോഴ്സും മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലിസമ്മയാണ് മാതാവ്. മാത്യൂസ്, അന്ന എന്നിവർ സഹോദരങ്ങളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഗോമതി ആലക്കാടിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം ഗാന്ധി പാർക്കിൽ നടന്നു. പയ്യന്നൂർ കവിമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കാരണം കവിത്വമുണ്ടെങ്കിൽ മാത്രമേ കവിയാൻ പറ്റൂ. നേരത്തെ ക്രിയാമാർക്ക് അധ്യക്ഷ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, ഒരു കവി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ അനുഭൂതിദായകമായ മേഖലകളിൽ ഇതിനൊക്കെ ഏറ്റവും കൃത്യമായി കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ഗോമതി ആലക്കാടിന്റെ ഭൂമിയുടെ താരാട്ട്, കളിപ്പാവയുടെ കൂട്ട് എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ചടങ്ങിൽ നടന്നത്. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദിൽ നിന്നും പയ്യന്നൂർ EO VM രാജീവൻ പുസ്തകം ഏറ്റുവാങ്ങി. നാരായണൻ കാവുമ്പായി, YV കണ്ണൻ എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ പെരിയച്ചൂർ, ശങ്കരൻ കോറോം, PP മോഹനൻ നമ്പ്യാർ, K. നാരായണൻ കൊടക്കാട്, P. ശശിധരൻ, വിതുരമന വിഷ്ണു നമ്പൂതിരി, T. തമ്പാൻ, P. ജയേഷ് കൃഷ്ണൻ, മല്ലപ്പള്ളി രാഘവൻ എന്നിവർ സംസാരിച്ചു. ഗോമതി ആലക്കാടൻ മറുപടി പ്രസംഗവും നടത്തി. തുടർന്ന് കവിയരങ്ങും നടന്നു. പൂത്തുലഞ്ഞാടുന്ന നീർമാതളവും പൂവിനെ വട്ടമിട്ട് പറക്കുന്ന നീർമാതള ശലഭവും. തൃക്കരിപ്പൂരിലെ പാരമ്പര്യ വൈദ്യൻ KV കൃഷ്ണപ്രസാദിന്റെ വീട്ടുമുറ്റത്തെ നീർമാതളം പൂത്ത കഥയാണിനി. വിഖ്യാത സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തപ്പോൾ വായിച്ച് ആസ്വദിച്ചവർക്കിവിടെ നേരിട്ട് കണ്ട് ആസ്വദിക്കുവാനും വേണ്ടത്രയുണ്ട്. വിരിയുമ്പോൾ വെളുപ്പും വൈകാതെ സ്വർണവർണ്ണവുമാകുന്ന നീർമാതള പൂക്കൾ സുന്ദരിയും സുഗന്ധവാഹിനിയുമാണ്. നീർമാതള ശലഭങ്ങളുടെ പ്രജനനം നടക്കുന്നത് ചെടി പുഷ്പിക്കുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്നവ ക്രെട്ടേവ മാഗ്ന കുടുംബത്തിൽപ്പെട്ടവയാണെന്ന്
സീക്ക് സെക്രട്ടറി VC ബാലകൃഷ്ണൻ പറയുന്നു. കമല സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി ആണ് നീർമാതളത്തെ ഒരുപക്ഷെ കേരളത്തിൽ വളരെയധികം പോപ്പുലറൈസ് ചെയ്തത്. നീർമാതളം പുത്ത കാലം എന്ന പേരിൽ അവരുടെ സ്മരണകൾ കൂടിയുണ്ട്. അപ്പോൾ നീർമാതളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മാധവിക്കുട്ടിയെ തീർച്ചയായും ഓർമ്മ വരും. നീർമാതളം എന്ന് പറയുന്നത് കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പുഴയോരങ്ങളിൽ അല്ലെങ്കിൽ അരുവിയോരങ്ങളിൽ കാണുന്ന സ്വാഭാവികമായി വളരുന്ന മരങ്ങളാണ്. 2 സ്പീഷീസ് നീർമാതളമാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഈ ഭാഗത്തുള്ളത് അല്ലെങ്കിൽ പൊതുവെ വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്നത് കട്ടേവ മാഗ്ന എന്ന സ്പീഷീസാണ്. വിവിധയിനം വാതരോഗങ്ങൾക്കും മൂത്രാശയക്കല്ല് തുടങ്ങിയ രോഗങ്ങൾക്കും ഔഷധമായി നീർമാതള വേര് ഉപയോഗിക്കുന്നുണ്ട്. നീർമാതള ശലഭത്തിന്റെ ലാർവദശയിലെ ഭക്ഷണസസ്യം കൂടിയാണിത്. ഉദ്യാന സസ്യമായി വെച്ചുപിടിപ്പിക്കേണ്ട അത്യപൂർവമായ ഔഷധചെടിയാണ് നീർമാതളം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. യേശുദേവന്റെ പീഡാനുഭവ സ്മരണകൾ ഉണർത്തി പിലാത്രയിൽ കുരിശിന്റെ വഴി. മേഖലയിലെ 10ഓളം ഇടവകകൾ പങ്കെടുത്ത കുരിശിന്റെ വഴി വിശ്വാസികൾക്ക് നവ്യാനുഭവമായി മാറി. പരിയാരം ക്രിസ്തുരാജ ദേവാലയ പരിസരത്തു നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് രൂപതാ വികാരി ജനറൽ മോൺസി ക്ലാരൻസ് പാലിയത്ത് ആമുഖ സന്ദേശം നൽകി. 1ാം സ്ഥലത്തേക്കുള്ള കുരിശും വഹിച്ച് പിലാത്ര ഫെറോന വികാരി ഫാദർ ജേക്കബ് ജോസ് മുന്നോട്ട് നീങ്ങി. ഫെറോനയിലെ വൈദികരും സന്യസ്തരും അൽമായരും പിന്നിലണിനിരന്നു. പരിയാരത്തു നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി വൈകിട്ടോടെ പിലാത്ര വ്യാകുലമാത ദേവാലയ പരിസരത്ത് എത്തിച്ചേർന്നു. വെള്ളരിയാനം ഇടവക വികാരി ഫാദർ മാത്യു മുല്ലപ്പള്ളി സമാപന വചന സന്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാനംവയൽ കോളനിയിൽ ഇനി സോളാർ വെളിച്ചം. ചെറുപുഴ പോലീസിന്റെ നേതൃത്വത്തിലാണ് കോളനിയിലെ കുടുംബങ്ങൾക്ക് ലൈറ്റ് വിതരണം ചെയ്തത്. കമ്മ്യൂണിറ്റി പോലീസിംഗ് പദ്ധതിയിൽപ്പെടുത്തി കാനംവയൽ കോളനിയിലെ വൈദ്യുതിയില്ലാത്ത കുടുംബങ്ങൾക്ക് സോളാർ ലൈറ്റും പാനലും വിതരണം ചെയ്തു. ചെറുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ കോളനിയിലെ 15 കുടുംബങ്ങൾക്കാണ് സോളാർ സിസ്റ്റം നൽകിയത്. ചെറുപുഴ സബ് ഇൻസ്പെക്ടർ KV സ്മിതേഷ് സന്തോഷപ്രദമായ രീതിയിലും വളരെ ആത്മാർത്ഥമായ രീതിയിലും കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റുദാഹരണം കൂടിയാണ് ഇനി നടക്കുന്ന ഈ പരിപാടി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച് ഇവിടെ ചാർജ് എടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ കോളനി വരുന്നത്. സോളാർ പാനലും ലൈറ്റുകളും കൈമാറി. സീനിയർ സിവിൽ പോലീസ് ഇൻസ്പെക്ടർമാരായ ഫ്രാൻസിസ്, സുനീഷ്, പ്രകാശൻ, രതീഷ് എന്നിവർ നേതൃത്വം നൽകി. കലാഭവൻ മണിക്ക് ആദരാഞ്ജലിയുമായി പെരളം AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം പ്രവർത്തകർ. ഓർമ്മകളിൽ മണികിലുക്കം അനുസ്മരണ പരിപാടി ശ്രദ്ധേയമായി. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അനുഗ്രഹീത കലാകാരൻ കലാഭവൻ മണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പെരളം AKG വായനശാല ഗ്രന്ഥാലയം യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മകളിൽ മണികിലുക്കം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. തായമ്പത്ത് സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ സുഭാഷ് അറുകര അനുസ്മരണ പ്രഭാഷണം നടത്തി. സാധാരണ സിനിമാ നടന്മാരൊക്കെ നമുക്ക് ദൂരെ നിന്ന് അല്ല കാണാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അവർ സ്ക്രീനിൽ മാത്രം കാണുമ്പോൾ തന്റെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്റെ വന്ന വഴി മറക്കാതെ, അതാണ് മണിയുടെ പ്രത്യേകത. തുടർന്ന് സുഭാഷ് അറുകരയും സംഘവും മണിയുടെ നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു. അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ചന്തപുര ഡിവിഷൻ സംഗമം ചന്തപുരയിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ചന്തപ്പുരയിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ സാധാരണയുള്ള ഒരു 10 ചാക്ക് അരി എടുക്കുന്ന ഒരാൾ ഏതെടുക്കുക, 10 ചാക്ക് കൊള്ളാൻ കഴിയുന്ന ഒരു വാഹനം അല്ലേ? പ്രസിഡന്റ് PV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPM കടന്നപ്പള്ളി ലോക്കൽ സെക്രട്ടറി TV ചന്ദ്രൻ, യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി KV മനോജ് കുമാർ, സെക്രട്ടറി തമ്പാൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ കുടുംബയോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പതിവ് തെറ്റിക്കാതെ അന്നൂർ തലയനേരി പൂമാലക്കാവിന് സമീപം തണ്ണീർപ്പന്തൽ ഉയർന്നു. എരിവും ഉപ്പും ചേർന്ന ഇവിടുത്തെ മോരും വെള്ളത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. വേനൽക്കാലത്ത് അന്നൂർ തലയനേരിക്കാവിന് സമീപത്തു കൂടി ആർക്കും ദാഹിച്ചു വലഞ്ഞു പോകേണ്ടി വരില്ല. വർഷങ്ങളായി നിരവധി പേരുടെ ദാഹമകറ്റി ഈ തണ്ണീർപ്പന്തൽ ഇവിടെയുണ്ട്. ദാഹമകറ്റാൻ ഉത്തമമെന്ന് കരുതപ്പെടുന്ന മോരുവെള്ളമാണ് ഇവിടെ നൽകി വരുന്നത്. ഉപ്പും എരിവും ചേർത്ത് നൽകുന്ന മോര്
ദാഹം എളുപ്പത്തിൽ ശമിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ഇവിടെ നിന്നും വെള്ളം കുടിച്ചവർ പറയുന്നു. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തണ്ണീർപന്തൽ ആരംഭിച്ചു. തായമ്പത്ത് ഭാസ്കരന്റെ നേതൃത്വത്തിലാണ് മോരുവെള്ളം വിതരണം ചെയ്യുന്നത്. കൗൺസിലർ ശ്രീലത ജഗദീശൻ ഉദ്ഘാടനം ചെയ്തു. PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ NV ഷീബ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വേനൽ ചൂടിൽ ദാഹിച്ചു വലഞ്ഞെത്തുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഈ തണ്ണീർപന്തൽ. പേരളം UP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉദ്ഘാടനവും ആദരിക്കലും C. കൃഷ്ണൻ MLA നിർവഹിച്ചു. കൊഴുമ്മൽ പേരളം UP സ്കൂൾ 60ാം വാർഷികാഘോഷവും വിരമിക്കുന്ന A. ശാരദ ടീച്ചർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും സ്കൂളിൽ നടന്നു. ഇതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെയും ജീവനക്കാരെയും ആദരിക്കലും നടന്നു. പരിപാടി C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പേരളം UP സ്കൂൾ നമ്മുടെ ഈ സബ് ജില്ലയിലെ, ചിലപ്പോൾ നമ്മുടെ ജില്ലയിലെ തന്നെ മികച്ച പ്രവർത്തനങ്ങൾ പഠനകാര്യങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം കാഴ്ചവെക്കുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഒരു എയ്ഡഡ് സ്കൂൾ എന്ന നിലയിലുള്ള പരിമിതികൾക്കകത്ത് ഒതുങ്ങി നിൽക്കാതെയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ മുഖ്യപ്രഭാഷണം നടത്തി. K. ദാമോദരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. P. രവീന്ദ്രൻ പൂർവ്വാധ്യാപകരെ പരിചയപ്പെടുത്തി. തുടർന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് CATU പേരളം നോർത്ത് ഡിവിഷൻ കുടുംബസംഗമം പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് CATU പേരളം നോർത്ത് ഡിവിഷൻ കമ്മിറ്റി കുടുംബസംഗമം പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിയിൽ നടന്നു. സംഗമം CATU സംസ്ഥാന കമ്മിറ്റി മെമ്പർ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആ ഗവൺമെന്റ് എല്ലാ മേഖലയും തകർക്കുക എന്ന നിലയിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിർമ്മാണ മേഖല വലിയ തോതിലുള്ള പ്രതിസന്ധിയും പ്രയാസങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഗവൺമെന്റ് ഈ മേഖലയോട് കാണിക്കുന്ന അവഗണനയും അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഇതിനെല്ലാം ഫലമായിട്ടാണ്. ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. ഏരിയ സെക്രട്ടറി T. നാരായണൻ, OP ഭാസ്കരൻ, K. മധു എന്നിവർ സംസാരിച്ചു. V. ഷിബു അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ സ്വാഗതം പറഞ്ഞു. മമ്പലം കലാസരണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. വിളവെടുപ്പ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. മമ്പലം കലാസരണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ രാഘവൻ മാസ്റ്റർക്ക് പച്ചക്കറി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മത്തൻ, വെള്ളരി, വെണ്ട, ചീര, പയർ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്തത്. ക്ലബ്ബ് അംഗങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിനോദ് സ്വാഗതം ആശംസിച്ചു. ദീപക് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. അംബികാസുധൻ മാങ്ങാടിന്റെ എന്മകജ എന്ന പുസ്തകം KN ലീന പരിചയപ്പെടുത്തി. ചടങ്ങിൽ E. കൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം പൂരമഹോത്സവം മാർച്ച് 14 മുതൽ 22 വരെ നടക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം BSNL സമീപം മാത്തിൽ. മത്സരാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഭിന്നത. ഇതേക്കുറിച്ചുള്ള പ്രതികരണമാണ് ഇന്നത്തെ മാറ്റുലിയിൽ. പക്ഷേ നിങ്ങൾ പറയും പോലെ കുറേ കൊല്ലമായി ഒരേ ദിക്കിലാണ് മത്സരിക്കുന്നത്. അയാൾക്കിപ്പോൾ കേരളത്തിൽ എവിടെ സീറ്റ് ചോദിച്ചാലും കോൺഗ്രസ് തീർച്ചയായിട്ടും അയാൾക്ക് കൊടുക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ മന്ത്രി എന്ന നിലയിൽ ഒരു പേരുദോഷമില്ലാണ്ട് ഒരു കൃത്രിമങ്ങളോ മറ്റു തരത്തിലോ ഒന്നും കാട്ടിക്കാതെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്മാരിൽ ഒരാളുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇരിക്കൂറിൽ വികസനം നടത്തിയില്ല എന്ന് ഒരാൾക്ക് ആ നാട് പോയിട്ട് കണ്ടാൽ പറയാൻ പറ്റില്ല. അപ്പോൾ വികസനങ്ങളെല്ലാം നല്ല നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളതുണ്ട്. പക്ഷേ അദ്ദേഹം സ്വയം
പിന്മാറുകയല്ലാതെ കോൺഗ്രസ് പാർട്ടി എല്ലാം ഒരു എതിർപ്പുണ്ടാക്കിയിട്ട് അയാളെ മാറ്റുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇന്നലെ അവിടെ പ്രകടനം നടത്തി, പ്രക്ഷേപം നടത്തി. അതിൻ്റെ മറ്റൊരു വിഭാഗം അയാളെ സഹായിച്ചിട്ടും പ്രകടനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തര മലബാറിന്റെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന് തുടക്കമായി. ഇരുപത്തിയൊൻപതാമത് സംസ്ഥാന ഇന്റർ ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചെറുവത്തൂരിൽ തുടക്കമായി. ആദ്യ ജയം ഇന്ത്യൻ ആർമിക്ക്. പയ്യന്നൂർ പെരുമ്പ ബസ് ബേ പൊട്ടിപ്പൊളിഞ്ഞു. റോഡ് ശോച്യാവസ്ഥയിലായതോടെ ബസ് ബേ ബസ്സുകൾ കൈയൊഴിയുന്നു. ചെറുപുഴപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തയ്യനിയിലെ ശ്രാമ്പിക്കൽ ജോൺസന്റെ മകൻ അഗസ്റ്റിനാണ് മരിച്ചത്. കനൽ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും ONV അനുസ്മരണവും മാട്ടൂരിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂടിന് ആശ്വാസമായി തണ്ണീർപന്തലുകൾ സജീവമാകുന്നു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.